ഷഅബാ മാസമാ, റമളാൻ പടിവാതിൽ വന്ന് നിൽക്ക, നീ ഇപ്പോഴും ഇങ്ങനെ നടക്ക. എന്നാ നമ്മുടെ ഉമ്മ റജബ് മാസം വരുമ്പോ വീട്ടിലെ ചെലന്തി വലയൊക്കെ അടിച്ചു വൃത്തിയാക്കും, ആവശ്യമില്ലാത്തതൊക്കെ വാരി കത്തിച്ചു കളയും. ഉമ്മ വീടൊക്കെ വൃത്തിയാക്കുമ്പോ ചോദിക്കും, എന്തേ ഉമ്മ കല്യാണം വല്ലതും വരുന്നുണ്ടോ? ഇല്ലടാ മോനെ, റമളാൻ വരുന്നടാ, റമളാൻ വരുന്നടാ. 2 മാസം മുമ്പേ ഉമ്മ വീടും പരിസരവും വൃത്തിയാക്കുമായിരുന്നു. നമ്മൾ മനസ്സുപോലും വൃത്തിയാക്കുന്നില്ല. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ നടക്കാം. നാളെ റമളാനാന്ന് അറിയുമ്പോ ഒരു ഞെട്ടലുണ്ട്. എന്തോ വലിയ അത്ഭുതം പോലെ, പണ്ടാരെങ്ങും വന്നില്ലേ, നീ ഇപ്പൊ പറ്റൂലല്ലോ. അങ്ങനെയല്ല സഹോദരിമാരെ. അല്ലാഹു വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് എന്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് ദുആ ചെയ്യണമെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ച്. അല്ലാഹു ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് പറയാ, മാറ്റം വരാൻ സമയമായി, പ്രായം കുറെ ആയി. പാപ്പ ഇപ്പോഴും വിചാരിച്ചിരിക്കണത് 18കാരനാന്നാ. ഉപ്പ കണ്ണാടി നോക്കാറില്ലേ? ഉപ്പ മുടിയൊക്കെ നരച്ചില്ലേ? പാപ്പാ നാലിച്ചേക്കേ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ ഉപ്പച്ചിമാരെ? ഉമ്മാനോട് ഞാൻ ചോദിക്കുന്നത്, ഉമ്മ 40ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്നാ ഉമ്മ നന്നാവണേ? ഇനി ഏത് കാലത്ത് നന്നാകാനാ ഇങ്ങനെ നടക്കുന്നേ? ജീവിതത്തിൽ മാറ്റം വരുത്ത്. എത്ര പേരുടെ മയ്യത്ത് കണ്ടുമ്മ?